കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അടിയന്തരമായി യോഗം ചേരുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ നിലപാട്. കോളേജ് സെൻട്രൽ കമ്മിറ്റി ഇപ്പോൾ യോഗം ചേരുന്നുവെന്നാണ് ഇന്ത്യാസ് കരീം അവിടെ നിന്ന് നൽകുന്ന വിവരം. അല്പസമയം മുൻപാണ് മെഡിക്കൽ കോളേജിൽ സെൻട്രൽ കമ്മിറ്റിയുടെ യോഗം ആരംഭിച്ചത്. ആ യോഗത്തിൽ ഡോക്ടർ സജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ എല്ലാ വിഭാഗം HODമാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇങ്ങോട്ടേക്ക് എത്തുമെന്നൊരു വിവരം നിലവിലുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രിയെ കൂടി എത്തുന്ന സാഹചര്യത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പ്രധാനമായിട്ടും ഈ രോഗികളുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് എടുത്തിരിക്കുന്ന കേസ്, അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഉന്നതതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി മുതൽ എങ്ങനെയായിരിക്കണം കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം, അതിന് പഴയ കാഷ്വാലിറ്റി എങ്ങനെ സജ്ജീകരിക്കാം, എന്തെല്ലാം സംവിധാനങ്ങളാണ് അവിടേക്ക് കൊണ്ടുവരേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാഥമികമായ പരിശോധനകൾ അവിടെ നടന്നില്ലേ? ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. ആ റിപ്പോർട്ടൊക്കെ വരട്ടെ. എന്താണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന എന്താണ്? തീർച്ചയായിട്ടും അല്പസമയം മുൻപാണ് ഇവിടെ പരിശോധന നടന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ മുറിയിൽ ഉണ്ടായിരുന്ന കത്തിയ UPSകൾ പുറത്ത് ഉപേക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഏകദേശം 30-ൽ പരം സാമഗ്രികൾ ഇവിടെ ഇങ്ങനെ കത്തിയ നിലയിൽ കാണാം. പൂർണ്ണമായും കത്തിയത് തന്നെയാണ്. ഇതിൽ പല ബാറ്ററികളും അതോടൊപ്പം തന്നെ പൂർണ്ണമായി കത്താത്ത ചിലതുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ നമുക്ക് ഈ കത്തിയ സാമഗ്രികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവിധ സാമഗ്രികളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ്, പൂർണ്ണമായും നശിച്ച നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായ പുക ഉയർന്നതിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അങ്ങനെ ഒരു കൂടുതൽ അപകടങ്ങളിലേക്കോ മറ്റോ പോവാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്തേക്ക് അപകടം നടന്ന സമയത്ത് തന്നെ പുക ഉയർന്ന സമയത്ത് തന്നെ ഇത് ചെറിയ അപകടമല്ല. ഇതിൻ്റെ ഈ ഇന്റേണൽ വയറിങ് കാര്യങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ടാകും. നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ, ബന്ധു പറഞ്ഞ പോലെ സ്വിച്ച് അവിടെ നിന്നൊക്കെ പുക വരുന്നു, തീ പാറുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്റേണൽ ആ വയറിങ് സംവിധാനം മുഴുവൻ തകർന്നു പോയോ? ഇതിനിപ്പോൾ പഴയ രൂപത്തിലേക്ക് ആക്കാൻ ദിവസങ്ങളുടെ ഒരു പണി വേണ്ടി വരുമല്ലോ. ദിവിഷ്മണി, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം പൂർണ്ണമായിട്ടും ഞാനിപ്പോൾ ഇത് എണ്ണുന്ന സമയത്ത് ഓരോന്നായിട്ട് എണ്ണുന്ന സമയത്ത് 30-ൽ പരം ഇതിനകത്തെ UPSകൾ ഇത്തരത്തിൽ പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അത് UPSകൾ മാത്രം സൂക്ഷിക്കുന്ന ഒരു മുറിയാണ് എന്നാണ് അധികൃതരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനെയെങ്കിൽ ഇതിനെല്ലാത്തിനും തീ പിടിച്ചിട്ടുണ്ട്. ഒരു തീ പിടിച്ച് പൂർണ്ണമായും കത്തിയാണ് ആ രീതിയിലുള്ള പുക ഇന്നലെ ഉയർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനകത്തെ മുഴുവൻ വൈദ്യുതിയും താറുമാറായിട്ടുണ്ടാകാം. അത് ചെറിയൊരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് വന്ന് ആ രീതിയിൽ കത്തിപ്പടർന്നതായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇലക്ട്രിക് വിഭാഗം ആ രീതിയിലൊരു പരിശോധന, ഇവിടെ പ്രാഥമിക പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വിലയിരുത്തലിന് ശേഷമായിരിക്കും എന്താണ് കൃത്യമായി അവിടെ വൈദ്യുതി തകരാർ സംഭവിച്ചോ, എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ പുറത്ത് ഉപേക്ഷിച്ച നിലയിലാണ് ഉള്ളത്. ഇതിനി എന്ത് ചെയ്യും, ഏത് രീതിയിലായിരിക്കും അതിൻ്റെ പ്രവർത്തനം? കാരണം ആ UPSകൾ പൂർണ്ണമായും മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ഇനി കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു പ്രധാനപ്പെട്ട ആ ഭാഗത്തെ എല്ലാതരം വൈദ്യുതികളും മറ്റു കാര്യങ്ങളൊക്കെ പോകേണ്ടത് ഒരു പക്ഷേ ഈ ബാറ്ററികളും കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കണം. ഇത് നശിച്ച നിലയിൽ ഇതിനി പുനഃസ്ഥാപിക്കണം. അങ്ങനെ പുനഃസ്ഥാപിക്കുമ്പോൾ തന്നെ അത് എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് വൈദ്യുതി പൂർണ്ണമായും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ, ഒരു ഷോർട്ട് സർക്യൂട്ട് വരാത്ത രീതിയിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കൂടിയാണ് ഇനി കടക്കേണ്ടത്. അതെല്ലാം ചർച്ച ചെയ്യുന്ന യോഗമാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേരുന്നത്. അല്പസമയം കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടി എത്തിക്കഴിഞ്ഞാൽ ഇതിലൊരു പൂർണ്ണമായ വ്യക്തത വരും. അതിനുശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ പുകയുണ്ടായതിന്റെ വ്യാപ്തി, അത് ഇന്നലെ ആ ദൃശ്യങ്ങളിൽ ആളുകൾ പാനിക്കായി ഓടുന്നത് കാണുമ്പോൾ എത്രത്തോളം ഭയാനകമായ സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം രൂക്ഷമായിരുന്നു, എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്നത് മനസ്സിലാവുകയാണ്. ഇത്രയധികം UPSും ബാറ്ററിയും ഉൾപ്പെടെ അത് കത്തിപ്പോയെങ്കിൽ അകത്ത് വലിയ തീപിടുത്തം എന്ന നിലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചതാണ്. സ്ഫോടനത്തോടുകൂടി അകത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഉയർന്ന പുകയാണ് പിന്നീട് ഈ വാർഡിലേക്ക്, ICUവിലേക്ക് പടർന്നത്. അകത്ത് നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നതിനാണ് തീപിടിച്ചു പോയ UPS ഉൾപ്പെടെയുള്ള ബാറ്ററി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പുറത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാം. ഇന്ത്യസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതിലും വലിയ അപകടം ഉണ്ടാകാതെ പോയത് ഭാഗ്യം, അവിടുത്തെ രോഗികളുടെയും ഒക്കെ ഭാഗ്യം എന്നേ പറയാൻ കഴിയും. കാരണം അത്രയും
ഇത്രയേറെ സാധനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ടെങ്കിൽ എന്തുവാ വലിയ അപകടമാണ് നടന്നതെന്ന് വ്യക്തമാണ്. ഇംതിയാസ് തുടരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ ഇന്നലെ രാഹുലൊക്കെ അവിടുന്ന് വിവരങ്ങൾ നൽകും. ഇത് ആകെ ആദ്യം വരുന്നത് ഒരു പുക, എന്തോ ഒരു ചെറിയ തീപ്പരി വന്നു, പുക നിറഞ്ഞു എന്നത് മാത്രമാണ്. നമ്മൾ തീ ആളിപ്പടരുന്നൊന്നും ദൃശ്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ആളുകൾക്കും ഇത് വ്യക്തമായില്ല. അപ്പോൾ ഈ പ്രാഥമികമായിട്ട് ഇത് കാണുമ്പോൾ ബാറ്ററികളുമൊക്കെയാണ് കത്തി നശിച്ചത്. ഇത് വലിയ തീ പിടിക്കാതെ ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക്, ചാരമായി പോകുന്ന അവസ്ഥയിലേക്ക് വരില്ലല്ലോ. ഇത് കൃത്യമായി ഏത് ഭാഗത്താണ് ഈ UPS ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം? അത് രോഗികളുടെ വാർഡുമൊക്കെ ബന്ധപ്പെട്ട് എത്ര അകലത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്? ഇതിന്റെ ഒരു പ്രാഥമിക പരിശോധനയിൽ എന്താണ് കൃത്യമായി ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോയതെന്ന് ഈ ഇലക്ട്രിക് രംഗത്തെ വിദഗ്ധർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇംതിയാസ്? അല്പസമയം മുൻപ് ഇവർ ഈ കൂട്ടിയിട്ടിരിക്കുന്ന UPSകളും അതുപോലെ തന്നെ ഈ അപകടം നടന്ന പുക ഉയർന്ന ആ ഭാഗമെല്ലാം ഇതിന്റെ ഉദ്യോഗസ്ഥർ വന്ന്, ഇലക്ട്രിക് വിഭാഗം ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയിൽ പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് അവർ നടത്തിയിട്ടുള്ളത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അവർ ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. കാരണം അതിൽ കുറെ കൂടെ വിലയിരുത്തൽ, കുറെ കൂടെ പരിശോധന ആവശ്യമായി വരുമെന്നാണ് അറിയുന്നത്. പക്ഷേ എന്തായാലും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു അപകടമാണ്, ഒരു പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത് നമുക്ക് വ്യക്തമാവുന്ന രീതിയിലാണ് ഈ ബാറ്ററികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ ദിവ്യേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കത്തിച്ചാരമായ അവസ്ഥയിലാണുള്ളത്. അതിലൊന്നുപോലും, അതായത് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഒന്നുപോലും ആ രീതിയിൽ പൂർണ്ണമായും കത്താത്തതായിട്ടില്ല. ആ രീതിയിൽ ഇതെല്ലാം കത്തിക്കരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വലിയ കാരണം ഒന്നാമത് ഇത് കത്തുന്ന സമയത്ത് ഇത് ബാറ്ററിയാണ്. ബാറ്ററിക്കകത്തെ രാസ സംഭവങ്ങളൊക്കെ അതെല്ലാം കൂടുതൽ കത്തി, കൂടുതൽ പുകയും മറ്റുമൊക്കെ ഉയരാനും കാരണമാകും. ആ രീതിയിൽ ആ പുക ശ്വസിച്ചാൽ ഒരു പക്ഷേ രോഗികൾക്ക് ആ രീതിയിൽ വലിയ അപകടങ്ങളിലേക്ക് രോഗികൾ പോകുമോ എന്നതൊക്കെ ഒരു ആശങ്കയായി നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും ഒക്കെ പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് വ്യക്തത വരും.